നമസ്കാരം. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതുകൂടാതെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ 15 മുതൽ ആരംഭിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്കും തുക ഇപ്പോഴും പൂർണ്ണമായിട്ട് ലഭിക്കാത്തതിനാൽ വലിയ പ്രശ്നമുണ്ടാവുന്നു. സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും എത്തിയെങ്കിലും 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട കേന്ദ്ര സർക്കാർ വിഹിതം അത് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യം എന്നിവ കൈപ്പറ്റുന്നവർക്കും ലഭിക്കേണ്ട 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് ഇത്തരത്തിൽ നിലവിൽ മുടങ്ങിക്കിടക്കുന്നത്. ഇതോടെ പലർക്കും 1500, 1800 രൂപ നിരക്കിൽ മാത്രമാണ് കൈകളിൽ ലഭിച്ചത്. കേന്ദ്ര വിഹിതം വൈകുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മുമ്പ് പാചകവാതക സബ്സിഡി നിർത്തലാക്കിയതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഈ ആനുകൂല്യങ്ങളും ഇല്ലാതാകുമോ എന്ന ആശങ്ക പുതിയ നയങ്ങൾക്കിടയിലുണ്ട്. വിതരണം തടസ്സപ്പെട്ടതിന്റെ കാരണം കേന്ദ്രം വ്യക്തമാക്കണമെന്നും അടിയന്തരമായിട്ട് കുടിശ്ശിക നൽകി തീർക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് 2026 ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം എല്ലാ പൗരന്മാർക്കും വേണ്ടി പ്രത്യേകമായിട്ടൊരു നേറ്റിവിറ്റി കാർഡ് വിതരണം ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി തന്നെ ആയിട്ട് ഒരു തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കാൻ പോവുകയാണ്. 2026 തന്നെ ഈ ഒരു കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സ്വീകരിക്കലും അതിന്റെ വിതരണവും ഉണ്ടായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടുന്നവർ അറിയിച്ചു കഴിഞ്ഞു. ഡിസംബർ മാസം 24-ാം തീയതി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് SIR പോലുള്ള വിവിധ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതിന് വിവിധ രേഖകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇനി ഭാവിയിൽ വിവിധ കാര്യങ്ങൾക്ക് ഈ ഒരു കാർഡ് ഇപ്പോൾ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന നേറ്റിവിറ്റി കാർഡ് ഒരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. ഒട്ടനവധി രേഖകൾ നിലവിൽ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ നമ്മുടെ സംസ്ഥാനം മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി കാർഡ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിലെ നേറ്റിവിറ്റി കാർഡുകൾ ലഭിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടിയുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴിയായിരിക്കും സ്വീകരിക്കുക. ഈ കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള ചുമതല ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ താലൂക്കിലെ തഹസിൽദാർമാർക്കാണ് നിർവഹിക്കേണ്ടത്. അക്ഷയ കോമൺ സർവീസ് സെന്ററുകൾ, ജനസേവന കേന്ദ്രങ്ങൾ വഴി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ ജോലികൾ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾക്കൊരു പ്രധാനപ്പെട്ട രേഖയായിട്ട് നമ്മൾ ആവശ്യപ്പെടാറുള്ളതാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതുമാത്രമല്ല, പല ആവശ്യങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടും പുതിയത് വീണ്ടും അപേക്ഷ സമർപ്പിച്ച് വാങ്ങേണ്ടത് ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പക്കൽ നിന്നും നിരവധി തവണ ഇത്തരത്തിലൊരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഉയർത്തി നൽകണമെന്നും, അല്ലെങ്കിൽ ഒറ്റ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ തന്നെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതിന്റെ നിയമസാധ്യതയെല്ലാം സംരക്ഷിക്കണമെന്നും അല്ലെങ്കിൽ കൂട്ടണം എന്നുള്ളൊക്കെ നിരവധി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഫോട്ടോ പതിപ്പിച്ച ഒരു ID കാർഡിന് സമാനമായി നമ്മുടെ നേറ്റിവിറ്റി കാർഡ് നൽകാമെന്ന് തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നിയമസാധ്യതയും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളും സർക്കാർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ അനുകൂല വശങ്ങളും പ്രതികൂല വശങ്ങളും കൃത്യമായിട്ട് പഠിച്ച ശേഷം മാത്രമായിരിക്കും ഇതിന്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക. അപ്പോൾ ഭാവിയിൽ പല കാര്യങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ, അതോടൊപ്പം തന്നെ ജോലി ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എല്ലാ സേവനങ്ങൾക്കും ഇതൊരു പ്രധാന മാനദണ്ഡമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡു വിതരണം ജനുവരി മാസത്തിൽ എത്തുവാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് കേരളത്തിൽ നിലവിൽ കഴിഞ്ഞ ഗഡു വരെ ലഭിച്ച ലക്ഷക്കണക്കിന് പേർക്ക് ഇവിടത്തെ ഭൂമി റെക്കോർഡായിട്ട് ബന്ധപ്പെട്ട കാര്യം കൊണ്ട് കിസാൻ നിധി ആനുകൂല്യങ്ങൾ മുടങ്ങുമെന്ന വാർത്തയാണ് വരുന്നത്. കേരളത്തിൽ 30 ലക്ഷത്തിനടുത്ത കർഷകർക്ക് കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക്. പദ്ധതി ആരംഭിച്ചപ്പോൾ ആനുകൂല്യത്തിനായി PM കിസാൻ പോർട്ടലിലേക്ക് ഓൺലൈനായിട്ട് നേരിട്ട് അപേക്ഷ നൽകിയാൽ മതിയായിരുന്നുവെങ്കിലും പിന്നീട് കർഷകരുടെ ആധികാരികത ഉറപ്പാക്കുവാൻ സംസ്ഥാനങ്ങളിലെ കൃഷി വകുപ്പുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നു.
ആദ്യഘട്ടത്തിൽ കേരളത്തിൽ കതിർ എന്ന പേരുള്ള ഓൺലൈൻ സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ഇതിനായി തയ്യാറാക്കിയിരുന്നത്. എന്നാൽ പ്രധാനമായും കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യുക മാത്രമാണ് കതിർ മുഖേന സംസ്ഥാന കൃഷി വകുപ്പ് പ്രധാനമായും ചെയ്തിരുന്നത്. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ പരിശോധിക്കുവാൻ 2025 അഗ്രി സ്റ്റാക്ക് രജിസ്റ്റർ ചെയ്യണം എന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്ത് പേര് ചേർക്കുമ്പോൾ ലഭിക്കുന്ന കർഷകർ ഐ ഡി കിസാൻ സമ്മാൻ നിധിക്ക് അപേക്ഷ നൽകുമ്പോൾ 2018-19 സാമ്പത്തിക വർഷത്തെ കരമടച്ച രസീത് അന്നും ഇന്നും നിർബന്ധമാണ്. ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനാണ് കിസാൻ നിധി ആനുകൂല്യം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുവാൻ ആളുകൾ ഭൂമി വെച്ച് സർക്കാരിനെ കബളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്തിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഭൂവുടമ മരണപ്പെട്ടാൽ ഭാര്യയുടെ അടക്കം മുതൽ പേരിലെടുക്കുന്ന നികുതി രസീത് ഉണ്ടായാൽ ആനുകൂല്യം നൽകാം എന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിരുന്നു. കേരള സംസ്ഥാന സർക്കാരിന്റെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷനിൽ പക്ഷേ ഇത്തരം നികുതി രസീതുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെ വരുമ്പോൾ കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾക്ക് വർഷം ചെയ്യേണ്ടുന്ന ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ ഭൂവുടമ മരണപ്പെട്ടതിനാൽ ഭാര്യ മുതൽ പേരിൽ ഒടുക്കുന്ന നികുതി രസീത് ഇപ്പോഴുള്ളവർക്ക് വർഷത്തിൽ 6000 രൂപ ലഭിച്ചിരുന്ന കർഷകർക്ക് ഇത്തരത്തിൽ കിസാൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുമെന്നാണ് കരുതുന്നത്. ഒന്നിലധികം ആൾക്കാരുടെ പേരുകൾ നിങ്ങളുടെ കരമടച്ച രസീതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ റെക്കോർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ജോയിന്റ് ഭൂമിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാർമർ ഐ ഡി അപ്രൂവ് ആവുകയില്ല. അങ്ങനെയുള്ളവർക്ക് കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കിസാൻ നിധിയിലുള്ളവർ കർഷകർ ഐ ഡി എടുക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. കർഷക ഐ ഡി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന PM കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുമെന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഗ്രി സ്റ്റോക്ക് കർഷക രജിസ്ട്രേഷനിൽ നിങ്ങളുടെ ഫാർമേഴ്സ് ഐ ഡി അപ്രൂവ് ആക്കി എടുക്കുക. ഫാമേഴ്സ് ഐ ഡി റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുന്നതാണ്. ഈ ഒരു വെരിഫിക്കേഷനിലെ നെയിം മിസ്മാച്ച് എന്നിവ കൊണ്ടൊക്കെ തന്നെ ഫാർമർ ഐ ഡി റിജക്റ്റ് ആയതെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. എന്നാൽ ജോയിന്റ് ലാൻഡ് ആണ് റിജക്ഷന് കാരണമായി വരുന്നതെങ്കിൽ നിലവിൽ അതിന് പരിഹാരമില്ല. ഇതുവരെയുള്ള വിതരണം കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ ഈക്വൈസി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം. ലാൻഡ് സീഡിംഗ് കറക്റ്റാണോ എന്ന് നോക്കണം. ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കണം. ഇതിലേതെങ്കിലും കാരണം കൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളതെങ്കിൽ അക്കാര്യം പരിഹരിച്ച 22 ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡുക്കളും ലഭിക്കുന്നതാണ്. ഇതുവരെയും യാതൊരു ഗഡുക്കളും മുടങ്ങിയില്ലാത്ത കർഷകർക്ക് ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫാമേഴ്സ് ഐ ഡി അപ്രൂവ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും ഈക്വൈസി ചെയ്യുവാൻ നിർദ്ദേശം വല്ലതും വന്നിട്ടുണ്ടോ എന്നും സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം. ജനുവരി മാസത്തിലാണ് അടുത്ത ഗഡുവിന് വിതരണം ഉണ്ടാവുക എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കിസാൻ നിധിയിൽ ഇപ്പോൾ പുതുതായി അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. അതിന് ഫാമേഴ്സ് ഐ ഡി നിർബന്ധമാണ്. കിസാൻ നിധിയുമായി ബന്ധപ്പെട്ടവർ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31 2026 ജനുവരി മുതൽ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകുന്നതായിരിക്കും. ഇത് നികുതി ഫയലിംഗ് പോലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, നിക്ഷേപങ്ങൾ, മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ബാധിക്കുന്നതായിരിക്കും. പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത വ്യക്തികൾക്ക് പിഴ അടയ്ക്കേണ്ടതായിട്ടും വരും. 1000 രൂപയാണ് ലാറ്റ് ഫീ ആയിട്ട് നൽകേണ്ടി വരിക. മാത്രമല്ല പാൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതിരുന്നാൽ നിരവധി അനന്തര ഫലങ്ങളുമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സപ്ലൈകോ നടപ്പിലാക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ അവസാനിക്കാനായിട്ട് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുക. 25 രൂപ നിരക്കിൽ 20 കിലോയോളം വരുന്ന അരി, ഇതെല്ലാം തന്നെ സപ്ലൈകോ വഴി നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രത്യേക ഫെയറുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ഇതുവരെ വാങ്ങാത്തവർ എത്രയും വേഗം തന്നെ വാങ്ങാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസംബർ 31 മുമ്പായിട്ട് തന്നെ എല്ലാവരും ഈ ആനുകൂല്യങ്ങൾ വാങ്ങുക. അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങാത്തവർ അതുകൂടി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുകൂടാതെ സംസ്ഥാനത്ത് BPI റേഷൻ കാർഡ്, അതിൽ PHH പിങ്ക് റേഷൻ കാർഡിൽ നിരവധി ഒഴിവുകളുണ്ട്. ഇതിനു മുമ്പായിട്ട് നീലവെള്ള കാർഡിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനുള്ളവരുടെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷ വളരെ കുറവായിരുന്നു. അതിനാൽ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് റേഷൻ കാർഡിൽ വളരെയധികം ഒഴിവുകൾ ഇപ്പോഴും നികത്താനാകാത്തതിനാൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള BPL കാർഡിന്റെ സംസ്ഥാനത്ത് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറയ്ക്കുമോ എന്നുള്ള സംശയം വന്നതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിനായി അർഹതയുള്ള നീലവെള്ള കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് ഓൺലൈനായിട്ട് ഡിസംബർ 31 വരെ 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് അക്ഷയ സെന്റർ വഴിയോ അടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്.
വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. എന്നാൽ നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. താങ്ക്